എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലരും ജാതകം നോക്കും, പരിഹാരം ചെയ്യും, എന്നിട്ടും കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി പലർക്കും ഉണ്ടാവാറുണ്ട്. ജാതകം നോക്കിയിട്ട് പരിഹാരം ചെയ്താൽ കാര്യസാധ്യം വേണ്ടേ? നമുക്ക് എന്തുകൊണ്ട് കാര്യം സാധിക്കുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. രണ്ടാമത്തത്, നമ്മൾ ഒരു രോഗം വന്നു, ചികിത്സ ചെയ്യുന്നു, അത് ഫലിക്കുന്നില്ല എന്ന് പറയാണ്. എന്താ ഫലിക്കാത്തത് ചോദിക്കുക. ഇതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ അഭിവൃദ്ധിക്കായിട്ട്, സമൃദ്ധിക്കായിട്ട്, രോഗശാന്തിക്കായിട്ട്, സമാധാനത്തിനായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പരിഹാരവും പ്രാർത്ഥനയും എങ്ങനെയാണ്, എപ്രകാരമാണ് ഫലിക്കുന്നത് എന്നും നമ്മളതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ് എന്നും നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നന്നായി പ്രവർത്തിക്കും. നമുക്ക് ഫലം എളുപ്പം കിട്ടും. ഞാനതിന് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മൾ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കുന്നെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു മാങ്ങ കഴിക്കുന്നെന്ന് വിചാരിക്കുക. ഈ മാങ്ങ കഴിക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ നല്ല ഭംഗിയുള്ള മാങ്ങയാണെന്ന് കരുതുന്നു. കണ്ടിട്ട് നല്ല ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിയതാണ്. കടയിൽ നിന്ന് വാങ്ങിയതായാലും നമുക്ക് മറ്റൊരിടത്തുനിന്ന് കിട്ടിയതായാലും നമ്മളെ വീട്ടിൽ നിന്നുള്ളതായാലും ആ മാങ്ങ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആദ്യം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, അത് കണ്ണിന് സമാധാനമായി. പിന്നീട് നല്ല മണം, അപ്പോൾ മൂക്കിനും സമാധാനമായി. ചെവിക്കയുടെ വലിയ പ്രസക്തി ഇല്ല എന്ന് വിചാരിക്കുക. പിന്നെയോ, അത് കടിച്ചപ്പോൾ നല്ല മധുരം, ആ മാങ്ങയുടെ മധുരവും മണമൊക്കെ നല്ല രുചി എന്ന് പറയും. കഴിച്ചു. നമ്മൾ ഈ മാങ്ങ കടിച്ചു തിന്നില്ല, മുറിച്ച് തിന്നതിന് പോലെ കടിച്ചു തിന്നാന്ന് വിചാരിക്കുക. കടിച്ചു തിന്ന് ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഒരു രുചിപ്പഴം നോക്കുമ്പോഴേക്ക് 2 പുഴുക്കളതിനകത്ത്. അയ്യോ, പുഴുള്ള മാങ്ങ ഞാൻ കഴിച്ചു എന്നുള്ള ചിന്താഗതി വരും ഉടനെ, അല്ലേ? നമ്മൾ നേരത്തെ അനുഭവിച്ചത് എന്താ? നല്ല മാങ്ങ, നല്ല മധുരം, നല്ല മണം, കാണാൻ നല്ല ഭംഗിയുള്ള മാങ്ങ ഒക്കെ കണ്ടിട്ട് നമ്മൾ അവസാനം പുഴുവിനെ കണ്ടപ്പോൾ അതുവരെയുള്ള അതിൻ്റെ മനോഹാരിതയും മണവും രുചിയും ഒക്കെ മറന്നിട്ട് പുഴുവിനെ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ നമ്മൾ, അല്ലേ? അപ്പോൾ ആ പുഴുവിനെ കാണുന്ന സമയത്ത് അയ്യോ, പുഴുവിനെ ഞാൻ കഴിച്ചു, പുഴുള്ള മാങ്ങ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മനം പുരട്ടൽ വരും, ഛർദി വന്നു എന്ന് വരും, ചിലപ്പോൾ വയറിലും പ്രശ്നമുണ്ടായി എന്ന് വരും, അല്ലേ? ഇപ്പം സത്യത്തിൽ ഈ മാങ്ങയിലുള്ള പുഴു അത്ര വലിയ അപകടകാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതേ മാങ്ങ പശുവിന് കൊടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് കൊടുത്ത് അതും നല്ല ടേസ്റ്റിൽ കഴിക്കാറുണ്ട്. അതതിനെ പറ്റിയിട്ട് അത്ര ബോധേടാവാറില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതുവരെയുള്ള മനോഹരമായിട്ടുള്ള മാങ്ങയുടെ കാഴ്ചയും മണവും രുചിയൊക്കെ മറന്നിട്ട് പുഴുവിൻ്റെ പിന്നാലെ പോയി. പുഴുവിനെയാണ് പിന്നെ നമ്മൾ കഴിച്ചതെന്ന് വരും. പുഴുവാണ് പിന്നെ പ്രവർത്തിക്കുന്നത്, അല്ലേ? അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ പുഴുള്ള മാങ്ങ പശു തിന്നാലും പശുവിന് കുഴപ്പം വരുമോ? ഈ പുഴുവിൻ്റെ പശു അറിയുന്നില്ല സാർ, അതാണ് സംഭവം. ഇനി അങ്ങനെ വന്നാൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മാത്രം ഇത്രയൊക്കെ കുഴപ്പമുണ്ടാവുമോ, വിഷമൊക്കെ വർക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞുതരാം. നല്ല ചെറുനാരങ്ങ മുറിച്ച് അതിൻ്റെ സത്ത് നമ്മളൊരു സ്പൂണിൽ ഇങ്ങനെ ആക്കി നാവിൽ മെല്ലെ ഒന്ന് മുട്ടിച്ച് നോക്കുക. ഇനി ഒന്നും വേണ്ട, ചെറുനാരങ്ങ തന്നെ പുളി ഒന്ന് നാവിൽ ഉറ്റിച്ച് നോക്കുക. ഇങ്ങനെ സങ്കല്പിക്കുക, ഉറ്റിക്കണ്ട, സങ്കല്പിച്ചാൽ മാത്രം നമ്മുടെ വായിൽ വെള്ളം വരുന്നില്ലേ? എവിടെ നിന്നാണ് വന്നത്? സങ്കല്പത്തിലൂടെയാണ് വന്നത്, അല്ലേ? ഇപ്പോൾ നമ്മളുടെ ഹോർമോണുകളൊക്കെ പ്രവർത്തിക്കുന്നത് സങ്കല്പത്തിലൂടെയാണ്. ഇമാജിൻ ചെയ്യുമ്പോഴാണ് ഹോർമോണുകളിൽ ഏറെയും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ വിപരീതമായിട്ട് ഇമാജിൻ ചെയ്താലോ അത് വിപരീതമായിട്ട് പ്രവർത്തിക്കും, അത് രോഗമാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ എന്താ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? സങ്കല്പം. അപ്പോൾ സങ്കല്പശക്തിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്.
അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യുക എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രോഗത്തെ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മരുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ നമ്മൾ കഴിച്ചാൽ രോഗം മാറണമെന്നില്ല ചിലപ്പോൾ. എന്താ കാരണം എന്നറിയോ? നമ്മുടെ മനസ്സ് ആ രോഗത്തെയും ഡോക്ടറുടെയും ഒക്കെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് ദഹിച്ചൊക്കെ പോകും, അത്രേ ഉണ്ടാവും. അതുപോലെ മരുന്ന് കഴിക്കുന്നതോടൊപ്പം രോഗത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിയില്ലെങ്കിലും ഡോക്ടറുടെ കഴിവിനെയും മരുന്നിൻ്റെ കഴിവിനെയും ഡോക്ടറുടെ ഉപദേശമൊക്കെ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നന്നായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കാണാം. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് അതിലുള്ള വിശ്വാസം നന്നായിട്ട് വർക്ക് ചെയ്യും. എങ്ങനെ വർക്ക് ചെയ്യുക? സങ്കല്പശക്തിയിലൂടെ വർക്ക് ചെയ്യും. എങ്ങനെ? നേരത്തെ പറഞ്ഞ ഹോർമോണുകളിലൂടെ തന്നെ അത് വർക്ക് ചെയ്യും. ഇതാണ് ശാരീരികമായിട്ട് നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നതും രണ്ടായിട്ട് കാണുകയല്ല വേണ്ടത്. മനസ്സും ശരീരവും ഒന്നാണ്, ഒന്നിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ്. ഒന്നിനെ മറ്റൊന്ന് പ്രചോദിപ്പിക്കുമ്പോഴാണ് മറ്റത് വർക്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ സങ്കല്പശക്തിയുടെ പ്രത്യേകത മനസ്സിലായല്ലോ. ഇതാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ രോഗത്തിന് ഇങ്ങനെയാണ് ചെയ്യുക, നമ്മുടെ ശരീരം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ പ്രാർത്ഥനയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രാർത്ഥന ഇതുപോലെ തന്നെയാണ്. ഭഗവാൻ തന്നെ ഏറ്റവും വലിയ വൈദ്യൻ. ആ ഭഗവാനോട് നമ്മളുടെ രോഗകാര്യങ്ങൾ പറഞ്ഞ് ഭഗവാൻ തന്നെ നമുക്ക് മരുന്ന് തരികയാണ്. ഏത്? ജീവിത രോഗത്തിലുള്ള മരുന്ന് തരികയാണ്. അപ്പോൾ ഭഗവാനിലുള്ള വിശ്വാസം, ആ പറഞ്ഞു തരുന്ന തത്വങ്ങളിലുള്ള വിശ്വാസം, അതിനെ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വളരെ നന്നായിട്ട് കാര്യം നടക്കും എന്നുള്ളത് നിശ്ചയിച്ചാൽ അതും വളരെ ഭംഗിയായിട്ട് നടക്കും. ഒരു സംശയമില്ല. നേരെ മറിച്ച് നമ്മൾ വളരെ പരിതാപകരമായിട്ട് ഈശ്വര ഇതൊന്നും സക്സസ് ആകൂ, ഇത് നടക്കൂ, നടക്കൂല. ഇത് നടക്കും, നടന്നിരിക്കും എന്ന് ചിന്തിച്ചാൽ തന്നെ നടക്കും. കുറേ നാൾ മുമ്പ് എൻ്റെ അടുത്ത് ഒരു ആൾ വന്നു. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചതാണ്. പക്ഷേ ക്യാൻസർ വന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് രോഗമൊക്കെ മാറി. ഇനി നിങ്ങൾ വീട്ടിൽ പോയിക്കോ, ഇനി മരുന്ന് കഴിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ റിലാക്സായിട്ട് നാളെ ഡിസ്ചാർജ് ആവാൻ നിന്ന ആളാണ് അന്ന് രാത്രി മരിച്ചുപോയി. അപ്പം എന്നോട് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്നും പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു, രോഗമൊക്കെ മാറി, മനസ്സ് ചത്തുപോയി. ഇതാണ് സംഭവിച്ചത്. രോഗം മാറി, ദേഹത്തിലുള്ള എല്ലാ ഇതും വിട്ടുമാറിയാലും അതിന് മുമ്പ് തന്നെ മനസ്സ് ചത്തുപോയി. മനസ്സ് അതിനെ സ്വീകരിച്ചു. മനസ്സ് സ്വീകരിച്ച പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളെ ആളുകൾക്ക് ഈ യഥാർത്ഥത്തിലുള്ളതിനേക്കാളും സങ്കല്പം നെഗറ്റീവായാലും പോസിറ്റീവായാലും കുറച്ച് കൂടുതലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾ, അനുകൂലമായിട്ടുള്ള സങ്കല്പങ്ങൾ നമുക്ക് എപ്പോഴും അത് ഗുണമായിട്ടും ഭവിക്കും. നമ്മൾ സാധാരണ ഈ വൃക്കയൊക്കെ മാറ്റിവെക്കാറില്ല, കിഡ്നി മാറ്റിവെക്കാറുണ്ടല്ലോ. ഈ മാറ്റിവെക്കുന്ന സമയത്ത് ഡോക്ടർ നന്നായിട്ട് പഠിച്ച ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ചേരുവോ എന്നൊക്കെ നോക്കിയിട്ട് ഈ ദേഹമായിട്ട് ചേരുന്ന വൃക്കയായിരിക്കും തിരഞ്ഞെടുക്കുക, അല്ലേ? ഗ്രൂപ്പൊക്കെ നോക്കി തിരഞ്ഞെടുക്കും. ഈ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അവിടെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന മരുന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ചേരണ്ടേ? ആരാ ചേർക്കുക? ഡോക്ടർ ചേർക്കേണ്ടത് ചേർത്ത് വെച്ചു. ഇതിലെ കോശങ്ങളും ബാക്കി എല്ലാ വിഷയങ്ങളും ചേർന്ന് അത് ഒന്നിച്ചിട്ട് ദേഹത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ നമ്മുടെ മനസ്സും ശക്തമായിട്ട് അതിൻ്റെ പിന്നാലെ നിൽക്കണം. അപ്പോൾ അത് ഈശ്വരനാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുക. ഈശ്വരൻ ആരാണ്? നമ്മളുടെ ഉള്ളിലുള്ള ശക്തി തന്നെയാണ് ഈശ്വരൻ. അവിടെ അങ്ങനെയാണ് രൂപം ദേവൻ്റെ. അപ്പോൾ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ,
മറ്റുള്ള കാര്യങ്ങളെ പറ്റി പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ നമ്മളത് ഇൻവോൾവ് ആയിട്ട് ചെയ്യുക. നമ്മൾക്ക് ഇന്ന ക്ഷേത്രത്തിൽ പോകണം, ഇന്ന ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ വ്യവസ്ഥയുണ്ടാവും. അതൊക്കെ ജാതകം നോക്കി തിരിച്ചറിഞ്ഞിട്ട് അതാത് ക്ഷേത്രങ്ങളിൽ നമുക്ക് പോയി ആ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഫലിക്കും. ഞാനിതെന്താ ഇങ്ങനെ പറയുന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവമാണ് ഇത് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ജ്യോതിഷത്തിൽ 14-ാമത്തെ വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. അന്ന് ജ്യോതിഷം പഠിക്കണമെന്നുള്ള കൗതുകമായിരുന്നു. ജ്യോതിഷം പഠിച്ച് കുറേ വർഷം കഴിഞ്ഞ് ഞാൻ അതിനിടയിൽ ഡിഗ്രി കഴിഞ്ഞു, കമ്പ്യൂട്ടറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. അതൊക്കെ കഴിഞ്ഞ ശേഷം അല്പമൊക്കെ യുക്തിവാദമൊക്കെ എൻ്റെ കൂടെ കയറി വന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ വെറുതെ പൂജയൊക്കെ ചെയ്താൽ ഇതെങ്ങനെയാണ് ഫലിക്കുക, ഒരാളെ രോഗം മാറുക എങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷേത്രങ്ങളിലേക്കൊക്കെ സാധാരണ അത്യാവശ്യം പരിഹാരമൊക്കെ എഴുതി കൊടുക്കും എന്നുള്ളതല്ലാതെ പൂജകൾക്ക് എഴുതി കൊടുക്കാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു പരിഹാരം എനിക്ക് നിർദ്ദേശിക്കേണ്ടതായിട്ട് വന്നു. പൂജ തന്നെ എഴുതിട്ട് വന്നു. അത് അവരുടെ നിർദ്ദേശം, സാർ അത് എന്തെങ്കിലും ഒരു പരിഹാരം അതിൽ പറഞ്ഞു തന്നു. പറഞ്ഞപ്പോൾ ശരി, നിങ്ങൾ സുദർശന ഹോമം ചെയ്യണം, എന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫലമൊക്കെ വളരെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പരിഹാരം ഇന്നത് ചെയ്തോളൂ, എന്നിട്ട് അവിടെ ആവാഹന, ഉച്ചാടനം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരുന്നു. കഴിഞ്ഞപ്പോൾ എനിക്ക് ആ രോഗി ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ആ രോഗിയെ കാണാൻ പോയി. അവൾ വീട്ടിൽ തന്നെയുണ്ട്, അവിടെ അകത്ത് കിടക്കുന്നുണ്ട്. ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശ്വാസം മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇപ്പം ഇത്ര നാളായി? ഒരാഴ്ചയിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഒരു മാറ്റമില്ല, ഇങ്ങനെ തുടരാണ്. സത്യത്തിൽ പരിഹാരമൊക്കെ എഴുതി കൊടുത്തു ഞാൻ. ഇത് കാണുന്ന സമയത്ത് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ജാതകമൊക്കെ നോക്കി വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തതാണ്. രക്ഷപ്പെടുമെന്നുള്ളൊരു യാതൊരു പ്രതീക്ഷയില്ല. ഞാനിത് എന്തിനാ ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവമാണ് എന്നെ പഠിപ്പിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവർക്ക് പരിഹാരമൊക്കെ പറഞ്ഞു കൊടുത്ത് അവരത് ചെയ്തു. കുറച്ച് നാൾ, ഞാൻ അതിന് ശേഷം അറിയില്ല, കുറച്ച് ദൂരമാണ്, ഇവിടുന്ന് അടുത്തൊന്നുമല്ല, കുറേ ദൂരമാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നയാളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾ ബാക്കിയിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ട്, ഞാൻ മരിച്ചിട്ടില്ല. അന്ന് മോൻ വന്നിട്ട് പരിഹാരമൊക്കെ പറഞ്ഞു തന്നോന്നും അതിന് ശേഷമാണ് എൻ്റെ രോഗം മാറിയത് എന്നൊക്കെ എൻ്റെ കുടുംബക്കാർ പറഞ്ഞിട്ട് അവരത് അവിടെ ഇരിക്കുന്നുണ്ട്, അവരാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, എനിക്ക് മോനെ അറിയില്ലല്ലോ. കാരണം ഞാൻ കാണുമ്പോൾ അവർക്ക് ബോധമൊന്നുമില്ല സത്യത്തിൽ. അന്ന് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്ന് മാത്രമല്ല, എനിക്കൊരു ബോധോദയം വന്നു, പരിഹാരങ്ങൾക്ക് ശക്തിയുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഇവരുടെ മനസ്സിനെ അത് വളരെ വളരെ നന്നായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ചികിത്സയും എളുപ്പം ഫലിച്ചു എന്നുള്ളതാണ്. മരുന്നും മന്ത്രവും ഒക്കെ ഇതിന് അനുബന്ധം വരുത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യവിജയത്തിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ 100% കോൺഫിഡൻസ്, ഉറച്ച വിശ്വാസം വേണം. പിന്നെന്താ വേണ്ടത്? നല്ല കഠിനമായിട്ടുള്ള പ്രയത്നം വേണം. അപ്പോൾ നമ്മുടെ വിശ്വാസവും കഠിനമായിട്ടുള്ള പ്രയത്നവും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളാലാകുന്ന പകുതിയായി, ബാക്കി ഈശ്വരൻ്റെ പകുതിയാണ്. അത് വരും, ഉറപ്പായിട്ട് വരും. അപ്പം അതിൽ നമ്മുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനം കൂടുതലാണെങ്കിൽ പൊതുവെ ഈ മന്ദത അനുഭവപ്പെടും. നമുക്കൊരു കാര്യത്തിൽ ആക്റ്റീവ് ആവാൻ പറ്റില്ല. ചൊവ്വയുടെ ബലം കുറഞ്ഞാലും ആക്റ്റീവ് ആവാൻ പറ്റില്ല. ഈ ശനിയുടെ സ്വാധീനം കൂടുമ്പോഴാണ് മന്ദത വരിക. ചൊവ്വയുടെ ബലം കുറയുക, അനിഷ്ടസ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആക്റ്റീവ് ആകാൻ പറ്റില്ല. കാരണം ചൊവ്വയാണ് ആക്റ്റീവ് ആകുന്ന ആൾ, ആക്റ്റീവ് ആക്കുന്നയാൾ ചൊവ്വയാണ്. അപ്പം ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി മറ്റുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ആക്റ്റീവ് ആവാനും പറ്റില്ല. സൂര്യൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യാനുള്ള ഗ്രഹമാണ്.
ചന്ദ്രൻ മാനസികമായിട്ട് സ്വാധീനിക്കുന്ന ഗ്രഹമാണ്. ഇങ്ങനെ 9 ഗ്രഹങ്ങൾക്കും 9 തത്വങ്ങളുണ്ട്. ഈ 9 തത്വങ്ങളും നമ്മൾ 9 പേഴ്സണാലിറ്റി ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതിൻ്റെ ലോപമാണുള്ളതെങ്കിൽ അതാതിൻ്റെ വിഷയത്തിൽ പരിഹാരം ചെയ്യുമ്പോൾ അതാത് ഗുണങ്ങളുണ്ടാവും. ഏതൊക്കെയാണെന്നുണ്ട് അതാത് അവരവരുടെ ജാതകം നോക്കി നമ്മളത് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയാണ് അതിന് നിശ്ചയിക്കുക ഓരോന്നും പരിഹാരം. അപ്പം അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. 9 ഗ്രഹങ്ങളിൽ രാഹുകേതുക്കളെ വിട്ടാൽ 7 ചക്രങ്ങൾ, അതാണ് സപ്തചക്രങ്ങൾ എന്ന് പറയുന്നത്. ഈ സപ്തചക്രങ്ങളും ഓരോരോ ഗ്രന്ഥികളുമായിട്ട് റിലേറ്റഡ് ആണ്. അതിനപ്പുറത്ത് 2 ചക്രങ്ങൾ കൂടിയുണ്ട്. കുറച്ചും കൂടി പഠിക്കുമ്പോൾ അതുകൂടി മനസ്സിലാവും. നവചക്രങ്ങളുണ്ട് എന്ന് പറയും. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ അറിയുന്ന ഭൗതിക ശരീരം എന്നുള്ളതിനപ്പുറത്ത് മനസ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ആ മനസ്സിലാണ്. മായ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് കാര്യസാധ്യം ഉണ്ടാവും, ജോലി കിട്ടും. അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ജാതകം നോക്കിയിട്ട് കൂടി അറിയുക. എല്ലാവർക്കും ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാവർക്കും ജീവിത സുഖങ്ങളും സമാധാനവും ഈശ്വരാധീനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.